വെൽക്കം ടു ഡേ 4 ഓഫ് മലേഷ്യൻ വ്ലോഗ്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ മലേഷ്യയിലെ 4ാമത്തെ ദിവസവും അവസാനത്തെ ദിവസവും. റൂം ചെക്കൗട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 ബാഗ്, 2 ഹാൻഡ് ബാഗ്, ക്രോസ് ബാഗ് ഇതെല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പം 10:30 എത്തേണ്ട ബസ് മഴ കാരണം ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ ഏകദേശം ഭാഗ്യത്തിന് അവസാനത്തെ 2 ദിവസം നമുക്ക് മഴ കിട്ടിയോളൂ. അവസാനത്തെ 2 ദിവസം ഇല്ല, ഒരു 1.5 ദിവസം എന്ന് പറയാം. 3ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ത്രൂ ഔട്ട് അല്ല, ഭയങ്കര ഡ്രിസ്ലിംഗ് ആയിരുന്നു. നമുക്ക് പക്ഷെ ഫോട്ടോ സ്പോട്ടിങ്ങിലെല്ലാം ഫോട്ടോ എടുക്കാനും കാണാനും നമുക്ക് പോകേണ്ട ഈ മഴയില്ലാത്ത സമയത്ത് പോയി കാണേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സൂപ്പറായിട്ട് പോയി കണ്ടു. ഇൻഡോറിൽ കാണേണ്ട സംഭവങ്ങൾ ഉള്ള സമയങ്ങളിലായിരുന്നു പുറത്ത് മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രിയും നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പം മഴ ഉണ്ടായിരുന്നെങ്കിലും ആസ്വദിച്ച് നനയേണ്ട മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ ഇത്തിരി നല്ല മഴയുണ്ട്. അത് മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ താഴെ ലോബിയിലോട്ട് പോവാണ്. ഫസ്റ്റ് റിസോർട്ടിൽ നിന്ന് അവരെ വരുന്നുണ്ട്. അവരെ എല്ലാവരെയും പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും നേരെ അവിടുന്ന് കുറച്ച് ടീംസിനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഹോട്ടലിലോട്ടാണ് വരുന്നത്. എന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. ഇന്നലെ മഴ കാരണം നമ്മൾ KL ടവർ ചുമ്മാ ഫോട്ടോ എടുക്കാൻ പോകാന്ന് പറഞ്ഞു. മഴ കാരണം ഇന്ന് രാവിലത്തേക്ക് മാറ്റി. ഇന്നലെ നടക്കേണ്ട സംഭവമായിരുന്നു, മഴ കാരണം ഇന്നത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷെ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. മെസ്സേജ് തുരുതുര വരുന്നുണ്ട്. അവരുന്ന് എല്ലാവരെ എടുത്ത് പിക്ക് ചെയ്ത് ഇങ്ങോട്ടത്തേക്ക് വരികയാണെന്ന്. നല്ല മഴയാണ് ഗൈസ്. ഞങ്ങളെല്ലാം കൊടയും പിടിച്ച് ചൈന മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞു. അതെ, ലഞ്ച് എത്ര മണി? 12:30. ഇവിടുത്തെ 12:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ 12:30 ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചൈന മാർക്കറ്റിലോട്ട് നടക്കുന്നു. ഈ ഒരു കൊട നാട്ടിൽ നിന്ന് എടുത്തോണ്ട് നനയാതെ രക്ഷപ്പെട്ടു പോണു. അപ്പം ഇനി ചൈന മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ്. പിന്നല്ലാതെ ഒറിജിനൽ എയർപോർട്ട് റോഡ് ടു ഫുൾ ചൈന ആയിരിക്കും. ഫുൾ ചൈന. അങ്ങനെ നമ്മൾ ചൈന മാർക്കറ്റിലോട്ട് മെയിൻ എൻട്രൻസ് ഓഫ് ചൈന മാർക്കറ്റാണ്. സെയിം ബ്രാൻഡാണല്ലേ, പാണ്ട ഐസ്. ഫാൻസി ബാഗ്, പിള്ളേരുടെ സെക്ഷൻ, കീ ചെയിൻസ്, etc. ornament. കജലിൻ്റെ സെക്ഷൻ, കമ്മൽ. എന്തുകൊണ്ട് എനിക്ക് എന്ത് വാങ്ങിത്തരും എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും എടുക്കും, വൈഫിന്, ഭർത്താക്കന്മാരെല്ലാം വൈഫിന് വേണ്ടി എടുക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഇന്നും ആരൊരു സാധനം നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോഴും അണ്ണന് വേണ്ടി പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് ഇവക്കൊന്നും മേടിച്ച് കൊടുക്കാറുമില്ല. വാങ്ങിച്ചു കൊടുക്കുന്നത് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വ്യത്യാസമാണ്. സ്വന്തമായിട്ട് ഇത് അവൾക്ക് ചേരും, ഇത് അവൾക്ക് വാങ്ങണം എന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം മേടിച്ചു കൊടുത്തപ്പോൾ ഇവളെ എന്നെ താറ്റി ഗൈസ്. ഓക്കേഷൻസിൽ മാത്രമേ എനിക്ക് വാങ്ങി തരാറുള്ളൂ. എന്നാ വച്ചോ, നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ ആവശ്യം വരും. ഇങ്ങനെ കണ്ണിൽ അങ്ങനെ ഇവിടെ അബിയും ശില്പയും വമ്പൻ പർച്ചേസിംഗ് ഒക്കെ നടത്തി. എത്ര ഇടം മൊത്തം?
60. ചെലട്ടെ പോവാണോ നമ്മള്? ആയോ ഇത് വേണ്ടത്? വാഴയ്ക്ക് ഇതൊന്നടി പൊട്ടിത്തെറിക്കുന്നത്. ആ ഇവിടെ ഉണ്ടായിരുന്നു. അവരെന്തോ വാങ്ങിച്ചടാ. ഇതെന്തോന്നാടാ സാധനം ഈ പൊട്ടിത്തെറിക്കുന്നത്? ഇതാണ് സംഭവം. ചക്കക്കുരു അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ചക്കക്കുരു അങ്ങോട്ടാണെന്ന് തോന്നുന്നു. നമ്മളവിടെ അണ്ടി വിട്ടിട്ട് കഴിഞ്ഞാൽ അതേപോലെ സെറ്റപ്പ് കനലിൽ ചുടുന്നുണ്ടോ ആയിരിക്കും. നിനക്കുള്ളതാണോ അല്ലെ ഗിഫ്റ്റഡാണോ? ഇത് നിനക്കാ? മൊത്തത്തെ 600. 300. സെൻട്രൽ മാർക്കറ്റിൽ പോവാ. സെൻട്രൽ മാർക്കറ്റിൽ പോവാ. നമ്മുടെ നാട്ടിലെ പൈസ കിട്ടുന്നില്ല. കിട്ടത്തില്ല. സെക്കൻഡ് കോപ്പി നമ്മുടെ നാട്ടിൽ ഈ പൈസ എനിക്ക് അറിഞ്ഞൂടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നീട് മനസ്സിലായത് സംഭവം ഭയങ്കര ബ്രാൻഡാണ്. അതുകൊണ്ട് ഒരു ഡൂപ്ലി വാങ്ങണമെന്നോ. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 145. No. That കടയിൽ 75. Too much. Last price. That store 75. How much you like? Close camera. Close camera. അയ്യോ. Roll the video. ഓക്കെ. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോക്കിംഗ് ആണ് ഇവിടുത്തെ ഉള്ളവർ. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ അമ്മാതിരി സ്മോക്കിംഗ് ആണ് ഇവന്മാർ പുകച്ചു വിടുന്നത്. മറ്റേ സ്റ്റൈൽ സാധനമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മറ്റേ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് ഇരുന്ന് വലിക്കുന്നത്. മൈക്കിൾ കോഴ്സ് ഇല്ലല്ലോ, ഡുക്ലി സാധനമല്ലേ അത്. എന്നാ ഇയാൾ എനിക്ക് ഒറിജിനൽ വാങ്ങിത്താ. ആ ഒറിജിനൽ ഒരു 10,000-20,000 രൂപ താ. വാങ്ങിച്ചു തരും പോരെ. ഇതാണ് ഗായ് സെൻട്രൽ മാർക്കറ്റ്. ഞങ്ങൾ മഴയത്ത് കുടയും പിടിച്ച് ചൈന മാർക്കറ്റിൽ പോയി. ഞങ്ങളൊന്നും വാങ്ങില്ല, ബാർഗെയിൻ ചെയ്തു, പ്രൈസും തിരക്കി ഇനി പോന്നു. ദെൻ വി ആർ ഹെഡിങ് ടു സെൻട്രൽ മാർക്കറ്റ്. ഇവിടുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും വാങ്ങാം. കാജല് വാങ്ങാം, നമുക്ക് ഇഷ്ടപ്പെടാം. ഞാൻ വാങ്ങും, പക്ഷേ എനിക്ക് എല്ലാ ചൈന മാർക്കറ്റിലും ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് എവിടുന്ന ഇഷ്ടപ്പെടാത്ത സെൻട്രൽ മാർക്കറ്റ് കോലാലംപൂർ. ചിങ്കിടി ചിങ്കി ചിങ്കിടി ചിങ്കി ചിങ്കിടി ചിങ്കി ചിങ്കിടി ചിങ്കി ചിങ്കിടി ചിങ്കി പടയപ്പ പടയപ്പ. 68 റിങ്കറ്റ് 18 ക്യാരറ്റ്. അവിടെ 19 റിങ്കറ്റ്. 18 ക്യാരറ്റാ. 18 ക്യാരറ്റിൻ്റെ. പിന്നെ ഞങ്ങൾ അവസാനം ചോക്ലേറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. 2 പാക്കറ്റ് വാങ്ങിക്കാം നമുക്ക്. ആ സാമ്പിൾ. വേഗം Which one is this? dark chocolate. ബാക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു. നാടിച്ചോ. പുള്ളിക്കാരി എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. 10 sen satu kotak. ഏത് ഭാഷയാണെന്ന് പോലും അറിയില്ല. Ini China juga. 60 gram. Ini 200. 200. എന്തോ അത് 50-60 ഗ്രാം, ഇത് 200 ഗ്രാം. നോ വി ആൾറെഡി ട്രൈ. Orange color.
Oh, okay. No. Try this. Oh, why? Try this. White chocolate chip, white chocolate. White chocolate? Okay. Put it. White chocolate അല്ലേ? ഇതില്ല? പകുതി ഓഫീസിൽ കൊണ്ടുവന്നു. ഇതേതാ മൊത്തം വേണം? ഒരു പാക്കറ്റ് ഓഫീസിൽ കൊണ്ടുപോകുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിന്റെ സങ്കടം മാറിയല്ലേ? ചോക്ലേറ്റ് മേടിച്ചില്ല എന്നുള്ളത്. ഇതടി മുഖത്തിപ്പോഴും ഒരു ബാറ്റിക് ഇവരുടെ ഓൺ ക്ലോത്താണല്ലേ, ഒരു പ്രിൻ്റഡ് ഒക്കെ വന്ന് ഏതാണ്ട് ഈ ടൈപ്പ്. ഇതൊക്കെയാണ് ബാറ്റിക്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിട്ടുകൊണ്ട് നടന്ന കോമഡിയാണ്. ഫുള്ള് ക്ലോത്തിൻ്റെ സെക്ഷനാണല്ലേ, നല്ല സ്മെല്ല്. സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സുവനീർ ഷോപ്പാണ്. ഇവരുടെ കുറച്ച് ട്രഡീഷണലി ഇതേപോലെ ബാറ്റിക്, ഇവരുടെ കോമൺ ആയിട്ട് കാണുന്ന ചോക്ലേറ്റ്സ്, സുവനീർസ് ഒക്കെ നമുക്കവിടെ മേടിക്കാൻ പറ്റും. നോക്കി നടന്ന് മേടിച്ചാൽ ലാഭത്തിന് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ വെളിയിലിറങ്ങി. മഴയ്ക്ക് ചെറിയ രീതിയിലൊരു ശമനമുണ്ട്. ഇപ്പോഴും തുള്ളിയായിട്ടൊക്കെ പെയ്യുന്നുണ്ടെന്നാലും നമുക്ക് മീറ്റിംഗ് പോയിന്റിൽ എത്താനുള്ള സമയമായി. 3 മണിയായി പറഞ്ഞത്. 3 മണിയായി. ഉളുക്കി പിടിച്ചാ പുത്രജയ എന്തുവാണ്? മോസ്കാ പള്ളി. അത് പ്രൈം മിനിസ്റ്റർ. താജ്മഹൽ ലുക്കുണ്ട് ഗൈസ്. താജ്മഹൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം. ഇത് ഇവിടുത്തെ മലേഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഒരു പ്രദേശമാണല്ലോ. അതെ ഗൈസ്, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് ഫുള്ള്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എത്തിയത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അകത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നോൺ മുസ്ലിംസിനെ ഒന്നും അകത്ത് കയറ്റുന്നില്ല. ഇന്ന് ഇവിടെ എത്തിയപ്പോൾ മഴയില്ല, പക്ഷെ അകത്ത് കയറ്റത്തില്ല. അതാ അവരുടെ പ്രെയർ ടൈമിൽ നോൺ മുസ്ലിംസിനെ കയറ്റില്ല. അല്ലാത്ത ടൈമിൽ അവരുടെ ഡ്രസ്സ് ഇട്ട്. അറിയില്ല, മധു ചോദിച്ചപ്പം ഇല്ലെന്നാ പറഞ്ഞത്. അകത്ത് പ്രേയേഴ്സോ വേറെന്താ കൺവെൻഷനോ അവരുടെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രൈഡേയും കൂടെയാണ്. നോൺ മുസ്ലിംസിനെ കയറ്റുന്നില്ല. പുറമേ നിന്ന് കാണാനായിട്ട് അതിൻ്റെ അകത്തൊക്കെ കയറി കാണേണ്ട ഒരു കാഴ്ചകളൊക്കെ തന്നെയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ കാണാൻ പറ്റില്ല. എന്നിട്ട് മോസ്കിന്റെ ഫുൾ ആക്ച്വലി കുറച്ച് ക്ലൗഡി ആയതുകൊണ്ടേ അത്ര വെയിലില്ല. അല്ലെങ്കിൽ നമുക്കിവിടെ ഈ സമയത്ത് നിൽക്കാനും പറ്റത്തില്ല. ഇവിടെ ചുറ്റുമുള്ളത് ഓരോ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസും അവരുടെ ഓഫീസും ഒക്കെയാണ്. ഇതിനകത്ത് തന്നെയാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്. കിങ്ങിൻ്റെ റെസിഡൻസിലാണ് ഇന്നലെ നമ്മൾ പോയത്. ഇവിടെ ഒരു ആള് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. പയ്യെ നടക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മൂഡ് മേക്കേറും. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, താഴെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. എന്ത് രസമായിട്ടാണ് ഇവർ ഓരോ സ്പേസും ബിൽഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അവിടെ ഒരു ജെട്ടിയുണ്ട്. നൈസ് വാക്ക് വേ. അബി ഇപ്പോഴും സ്റ്റിൽ അവിടെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അവനൊരു പ്രോ ഫോട്ടോഗ്രാഫറായി മാറുകയാണ്. നല്ല എന്ത് ആര് അതെ അതെ, അവിടെ ചക്കേര ഐസ്ക്രീം
അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് നിൽക്കാം, നമുക്ക് കുറച്ച് അങ്ങോട്ട് നിൽക്കാം, എന്നിട്ട് ഫുള്ള് കിട്ടണ പോലെ. അങ്ങനെ മലേഷ്യ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. പോകുവാനായി ബസ്സിൽ കയറുകയാണ്. So it's time to say bye to Malaysia. നമ്മളിവിടെ റീച്ച്ഡ് എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കറക്റ്റ് ഇവിടെ 6 മണിയായി. ആൻഡ് അവർ ഫ്ലൈറ്റ് ടൈം ഇസ് 8:25 ഫ്ലൈറ്റ് വരുന്നത്. ബൈ ഗൈസ്. So we reached the departure level. നമ്മൾ ഡിപ്പാർച്ചറിലെത്തിയിട്ടുണ്ട്. കോലാലംപൂർ. ഡൽഹിയിൽ കണ്ടോ, ഇപ്പോൾ 4:15 ആയത്. 4:15. നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് പോണത്. ഇവിടെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കിട്ടുമെന്ന് നമ്മുടെ സ്വന്തം ഗൈഡ് ചേച്ചി പറഞ്ഞ പ്രകാരം നമ്മൾ ഇവിടെ നിന്ന് താഴെ ലെവൽ 1 ABC എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് പൂരി മസാല ബർഗറും വാങ്ങി. ബിക്കോസ് ഫ്ലൈറ്റിൽ നമുക്ക് ലിക്വിഡ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. സോ ഈറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വേണം നമുക്ക് കൊണ്ടുവരാനുള്ളത്. ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ. ബുക്കിംഗ് നമ്പർ ഇതാ. ഇവിടെ സെൽഫ് ചെയ്യുന്നതാണല്ലേ. നമ്മൾ ബുക്കിംഗ് നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം. യെസ്, ശീതൾ സുരേഷും ശശിധരൻ പിള്ളയും. ശശിധരൻ പിള്ള അല്ല ട്രാവൽ ചെയ്യുന്നത്, ശീതളാണ്. കൺഫേം. സുരേഷ്, ശീതൾ, ശശിധരൻ പിള്ള, ശരണം. 9:15 ഡിപ്പാച്ചർ. പ്ലീസ് സ്കാൻ. ശീതളിൻ്റെ ഫസ്റ്റ് സ്കാൻ ചെയ്യേണ്ടത്. ടോപ്പിലുണ്ടായിരുന്നല്ലോ ടിക്കറ്റിൻ്റെ. അതുകൊണ്ട് എല്ലാം പഠിച്ചു പോയി. എല്ലാം സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ്ട് സ്കാൻ ചെയ്യുവാണ്, പാസ്പോർട്ട് സ്കാൻ ചെയ്യുവാണ്. ഇത് റെഫറൻസ് നമ്പർ അല്ലേ? എല്ലാം ഓക്കെ ആണ്. എല്ലാം ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ടോട്ടൽ ബോർഡിംഗ് പാസ് 2. ബോർഡിംഗ് പാസ് ഇപ്പം വരും പ്രിൻ്റായി. സംഭവം വന്നു കേട്ടോ. 1 2. ഞാൻ വലിയ സംഭവം. ഇനി ആർക്കെങ്കിലും ചെയ്യണം. 3 റിങ്കറ്റ്. 3 ഓ അല്ല, നിനക്കുണ്ടെങ്കിൽ നമുക്ക് കാണും. നോക്കിയാലോ. ആക്ച്വലി ഫോറിനേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യണം. കണ്ടോ, ഇവൻ മറ്റേ പൊക്കി കൊടുത്തപ്പോഴേ ക്ലിപ്പ് അയച്ചിട്ട് പൊക്കാലോ, അതിന് വേണ്ടി കാണുന്നു. പക്ഷെ ഇവിടെ കുഞ്ഞിട്ടിനെ പോകുന്നു. അപ്പോഴല്ല വേറൊരുത്തൻ വന്ന് പൊക്കി തന്നു. അത് ഫോറിനറാ. അവൻ എന്തിനാ വന്നേ? അവൻ ക്ലിപ്പ് ഊരാനാ വന്നേ. നീ പൊക്കി കണ്ടപ്പോ അവൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് പൊക്കിയതാ. ശരിക്കും അവൻ ക്ലിപ്പ് ഊരിട്ട് ഇവള് കുനിയണ്ടെന്ന് വെച്ചിട്ടേ അതിന് വേണ്ടിട്ടാ വന്നത്. പക്ഷെ ഇവള് കുനിഞ്ഞൊക്കെ അങ്ങനെ ഒരു തരത്തില് അകത്ത് കയറി പറ്റി. മറ്റേ സിമ്പിളായിരുന്നു. ജോസിനെയൊക്കെ അവരും പ്രയോറിറ്റിയിൽ കയറി പോയാ? അല്ലല്ല, അവർ ഫാമിലി ആയിട്ട് സെപ്പറേറ്റ് ക്യൂ നിന്നാ. അങ്ങനെ ഞങ്ങൾ വല്ല വിധേനെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ കയറി. ബോർഡിംഗ് പാസ് എടുക്കാൻ ഇത്തിരി പാടായിരുന്നു. അബി ആൻഡ് ഫാമിലിക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നില്ലായിരുന്നു ത്രൂ ഓൺലൈനും ഒന്നും. അപ്പോഴവർ പിന്നെ കൗണ്ടറിൽ പോയി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് കാജലിന് വിശന്ന് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി ചോദിച്ച് അവിടെ നിന്ന് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ സമ്മതിച്ചു. അവൾ കഴിച്ചിറങ്ങിയപ്പം അവർ ഞങ്ങളതിൽ വെയിറ്റ് കൂടുതലായിരുന്നു. അതിന് പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നിന്നു. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രയോറിറ്റി ബേസിൽ ഞങ്ങൾ ബൈപ്പാസ് ചെയ്ത് കൗണ്ടറിൽ വന്നു. അപ്പോഴേ ഏകദേശം അബിയും അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായി. എടാ അല്ല നിനക്ക് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മറ്റേ അറ്റവും എമർജൻസി എക്സിറ്റ് ആണോ? മറ്റേ വലിയ ഡോറുള്ള കുറേ ലെഗ് സ്പേസ് ഉള്ള സ്ഥലം. വിൻഡോ സൈഡാണോ?
പക്ഷെ വിൻഡോ ഉണ്ടാവില്ല, ഡോറ. ഓ നിന്റെ മറ്റേത് അപ്പുറത്തോടെ ഇല്ലില്ല, വിൻഡോ അല്ല, ഇവളെ ശില്പേരെ എൻ്റെ അപ്പുറത്ത് എനിക്ക് രണ്ടാക്കും. നിന്റെ എവിടെയാണെന്ന് അറിയില്ല. സീറ്റ് നമ്പർ നോക്കി. ആ അപ്പോഴും നീ മിഡിലായിരിക്കും. ആഹാ എത്ര ഇടാ അവിടുത്തെ റേറ്റ്? 52. നമ്മൾ നേരത്തെ എത്ര 18 കണ്ട 20, 22 കണ്ടു. കുപ്പികൾ റെഡ് ലേബിൾ, ബ്ലാക്ക് ലേബിൾ 216 രൂപ. 404 റിങ്കറ്റ്. രൂപയല്ല കേട്ടാ, റിങ്കറ്റാണ് 200. ഇപ്പം നമ്മളെ നാട്ടിൽ നല്ലൊരു എമൗണ്ട് വരും. ടിറ്റോസ് ഹാൻഡ് മെയ്ഡ് വോഡ്ക. ഗർഭിണി ഇതൊക്കെ നോക്കണത്. എടാ ഇടാ ബോംബെ ഇത് മറ്റേ ജിന്ന് ഏ എത്ര റിങ്കറ്റ് അല്ലേ? 148 ആകുമ്പോൾ എത്ര രൂപയാവും? അജലൊന്നും മേടിക്കാൻ സമ്മതിച്ചില്ല ഗൈസ്. എനിക്കൊരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു. എന്തോ ചെയ്യാം. എനിക്ക് ഇതും ഒരു വോഡ്ക, ഇതല്ലെങ്കിൽ ഒരു വോഡ്ക എടുക്കണമെന്ന് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു, സമ്മതിച്ചില്ല. ബൈ ഡി വെള്ളം കുടിച്ചാ? നീ വെള്ളം വേണ്ടേ? $150 വെള്ളമാണ് നമ്മുടെ നാട്ടിൽ. ഇതാടി കുടി. 150 വെള്ളം. വെള്ളത്തിന് വെള്ളം വേണ്ടേ? നിന്നെ കരുതി മാത്രമല്ല, കുഞ്ചിനും കൂടെ വേണ്ടേ? കാജൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം കയറാൻ. അത് നമ്മുടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് നമുക്കിത് വന്നത്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞത്. ഇത് പക്ഷെ നമ്മൾ കൊച്ചിയിൽ നമ്മൾ ആദ്യമേ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തായിരുന്നു അല്ലേ? ഫ്ലൈറ്റ് AK 39 അല്ലേ? അവിടെ എന്തോ ഒരു ടെക്നിക്കൽ എറർ. അബിയും ഫാമിലി അവിടെ സ്റ്റക്കായി നിൽക്കുക. അതിന് വരും അടുത്തത് അവരെ. നമുക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്ത് പറഞ്ഞാൽ ക്യാബിൻ ക്രൂവിന് കൊടുക്കാനായിട്ട് പറഞ്ഞു. കൊച്ചിയിൽ പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. സ്ട്രൈറ്റ് അങ്ങ് നമുക്ക് നമ്മളങ്ങ് ഭയങ്കര പ്രൊസീജിയർ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരെണ്ണം തെറ്റി നമ്മളെ ഫ്ലൈറ്റ് ഒരെണ്ണം തെറ്റി അവര് അത് വെട്ടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ഫോം കൊണ്ടുവന്ന് സ്കാനിങ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞു. ഇവിടെ ഒരുപാട് നമ്മളിൽ കയറാൻ വന്ന് പ്രഗ്നൻ്റ് ആണോ, ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. ഞാൻ ഒരു തവണ അത് തെറ്റി, അത് വെട്ടിയിട്ട് ഞാൻ എൻ്റെ മുകളിൽ കൂടെ എടുത്ത് അവരത് എടുത്ത് വെച്ചിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്ത് സിമ്പിൾ പ്രൊസീജിയർ പോലെ തുള്ളിച്ചാടി പോയതുപോലെ എന്തോ ഫ്ലൈറ്റിനും ടെക്നിക്കൽ എറർ പോയി ലോബി പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും തിരിച്ചു വരുമോ? ആ കുഴപ്പമില്ല. ഒരുമാതിരി വന്ന സുഖം കാണിക്കരുത്. വീണ്ടും മലേഷ്യ ലാൻഡ് ചെയ്തു. ഇന്ന് തൊട്ടതൊക്കെ പൊന്നാക്കിട്ട് ഒന്നും ഒരു പ്രശ്നം ഇല്ലാതെ പോകുന്നില്ല. നാട്ടിൽ മറ്റേ ഗുഡ്സ് ഒക്കെ മറിഞ്ഞു. അല്ലല്ല, അവര് ട്രെയിൻ ഡിലേ ആയി. ഒന്നും പറഞ്ഞില്ല, ടെക്നിക്കൽ ഇഷ്യൂ. എഞ്ചിൻ ഓൺ ആവുന്നില്ല. പിന്നെയും മിക്കാനും ഡിലേ ആവാനുള്ള സാധ്യത. പിന്നെ എല്ലാത്തിനും കൂടെ ആൾക്കാരുണ്ട് എന്ത് പറ്റുമ്പോഴും. അതുകൊണ്ടൊരു ഞങ്ങൾ മാത്രം ഇവരെങ്ങാനും കയറി പോയിരുന്നെങ്കിൽ. ആദ്യം പോയി. ഹലോ, കമോൺ കമോൺ. ഇതാണ് ഐശ്വര്യമുള്ള ആദ്യം പോണെന്ന് പറയുന്നത്. വെറുതെ മനസ്സിലായ വെളുത്തുള്ളി പോയ
അപ്പോഴേ പിന്നെ പറയണേ ബോർഡിങ് വെയിറ്റ് ചെയ്യണം അവിടെ എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യുന്നേ. ഇതിന് 1 മണിക്കൂർ എടുക്കും അല്ലേ? അവരത് ചെക്ക് ചെയ്ത് ഇപ്പത്തെ ഒരു പിന്നെ നമ്മളെങ്ങനെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം തരണ്ടേ? സീറ്റ് ചെയ്യാനാ പറഞ്ഞത്. അവരിപ്പോ സീറ്റ് ചെയ്യാനവിടെ പുതിയ ഫ്ലൈറ്റ് വരാൻ പോവാം. പ്രയോറിറ്റി സീറ്റിംഗ് വേണം എനിക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന്. മൂഞ്ചി ഗൈസ്, മൂഞ്ചി അടപടലെ മൂഞ്ചി. നമ്മുടെ ഇത് മാറി. ഏതാ കൗണ്ടർ മാറി. Q3 Q5 ബാഗും കൊണ്ട് അങ്ങോട്ടത്തേക്ക്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ മാറ്റി വന്ന വിമാനം. പഴയത് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് പറ്റത്തില്ല, പുതിയത് കാണാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എയർ ഏഷ്യ നമുക്ക് പുതിയ ഫ്ലൈറ്റ് എടുത്ത് തന്നേക്കായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് വന്ന് ആ ഡോക്കിലോട്ട് വന്നങ്ങ് ഒട്ടും. എന്നിട്ട് ഞങ്ങൾ ഈ വഴി കൂടെ നടന്ന് ഇവിടുന്ന് പാസ് ചെയ്ത് ഈ വഴി കൂടെ നടന്നങ്ങ് കയറും. കാജലെ, നമ്മൾ ആദ്യം ഈ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം കയറുന്നത് നമ്മളാണ്. പയ്യനട ശീതം. 3F, 2F, and 3F. One over here, one over here. Both window side. Both windows, yeah. Oh my god. രണ്ടുപേർക്കും വിൻഡോ സൈഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ടിൻ ടവർ ആണോ? ഞങ്ങൾ അങ്ങനെ ഒരു 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം എറണാകുളം എത്തി. നെടുമ്പാശ്ശേരിയിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കാണുന്നത് എറണാകുളത്തിൻ്റെ ഏരിയൽ വ്യൂ ആണ്. റൺവേയിലോട്ട് കയറി ടച്ച് ചെയ്തു. ലാൻഡ്. എന്ത് തിരിച്ചു പോകണം. അറിയാതെ ഉറങ്ങിപ്പോയത്. അറിയാതെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയെന്ന്. നല്ല ചേലായിരിക്കും. അവർ പകുതി ആകാശത്തൊട്ട് എടുത്ത് പുറത്തോട്ട് പോയി. എറണാകുളം എത്തി. മലേഷ്യയിൽ നിന്ന് എറണാകുളം വന്നു ഞങ്ങൾ. എൻ്റെ കാഴ്ചയല്ലേ. ഇനി നമ്മൾ പഴയ ജീവിതത്തിലേക്ക്. കയ്യിലുള്ള എല്ലാം തീർന്നേ. അയ്യോ അയ്യോ, ഇനി ഒരു 150 റിങ്കറ്റുണ്ട്. അത് വെച്ചിട്ട് വെൽക്കം ടു കേരള. പിന്നെ കയറിയ പാടെ ആരുമായിട്ട് ജോസ് നിങ്ങൾ അടുത്തായിരുന്നോ?
കനത്ത മഴയിൽ വൻ നാശം. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ മേഖലയിൽ 321 മരണം. 321 മരണം. നമുക്ക് മൂന്നാമത്തെ അവസ്ഥ നമുക്ക് ഇനി കുറച്ച് ആൾക്കാരെ നമുക്ക് മൂന്നാമത്തെ അവസ്ഥ അല്ലേ? വീണ്ടും ചാടി അപ്പുറം പോയി ഒന്ന് കൊച്ചുണ്ടെന്നാ ഇപ്പൊ ഞാൻ അവിടെ പോയിരുന്നെങ്കില് ഇത് കുറച്ചും കൂടെ സ്പീഡായാണ്. അപ്പം ഞങ്ങൾ എമിഗ്രേഷനും കഴിഞ്ഞ് ബാഗേജ് ക്ലെയിം ചെയ്ത് ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. So, this is the winding session of this vlog. കഴിഞ്ഞു, ഖതം ഹോ ഗയ. അപ്പോൾ Signing off from Cochin International Airport. നട്ടപ്പാതിലേക്ക് Sheetal and Abhinand. ബാത്റൂമിൽ പൊട്ടുപോയ ആൻഡ് ശില്പ ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യാണ്. ബൈ Okay, bye. ബൈ. അവക്കൂടെ ബൈ.